ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു വീട് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീടിനെ സംബന്ധിച്ച എന്തൊക്കെ പ്ലാനുകൾ നിങ്ങളെടുത്തു വേണം? അതോ ഏതെങ്കിലും ഒരു പ്ലാൻ വെച്ച് ആദ്യാവസാനം വരെ ആ വീട് പണി മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ? അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. എൻ്റെ പേര് വിവേക്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഒരു വീട് പണിയാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒട്ടനവധി ചർച്ചകൾക്ക് ശേഷം വേണം നിങ്ങളൊരു വീട് പണിയുടെ പ്ലാൻ തയ്യാറാക്കുവാൻ. നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ഡിസൈൻ, നിങ്ങളുടെ സൗകര്യം, നിങ്ങളുടെ ജീവിതശൈലി എന്നതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാൻ വേണം നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുവാൻ. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിലുള്ള പണമോ അല്ലെങ്കിൽ ലോൺ എടുത്ത പണമൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വീട് പണി മുഴുവിപ്പിക്കാതെ നിങ്ങൾ കടം കയറി നിങ്ങളുടെ പോക്കറ്റൊക്കെ കാലിയാവുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാനാണ്. ഈ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒട്ടനവധി ഡിസ്കഷനൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് എന്നിട്ട് അത് നമ്മൾ മുനിസിപ്പാലിറ്റിയിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. മുനിസിപ്പാലിറ്റിയിലോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈറ്റ് പ്ലാൻ കിട്ടും, പിന്നെ ഒരു സർവീസ് പ്ലാൻ കിട്ടും. അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ സെൻഡ് ചെയ്തതിനു ശേഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ എടുക്കും. ഈ അപ്രൂവൽ എടുത്തതിന് ശേഷം ഈ അപ്രൂവ് എടുത്ത പ്ലാൻ വെച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകരുത്. നമുക്ക് ഫൗണ്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ലേഔട്ടിന്റെ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. അതിനുശേഷം നമ്മുടെ എല്ലാ മെഷർമെന്റുകളും മാർക്ക് ചെയ്ത എല്ലാ മെഷർമെന്റുകളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു വാൾ പ്ലാൻ, ഒരു ഫ്ലോർ പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, റൂഫിന്റെയും അതുപോലെ തന്നെ കോളംസ് ഒക്കെ വരുന്നതിന്റെ ഫൗണ്ടേഷന്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുള്ള അങ്ങനെ സ്ട്രക്ചറൽ വരുന്ന കാര്യങ്ങളുടെ ഒക്കെയുള്ള ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ വേണം എന്നുള്ളതാണ്. നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ മുൻകൂട്ടി ഒരു ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിന്റെ ഒക്കെ ഒരു പ്ലാൻ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കും. നമ്മൾ DB എവിടെ വരും, നമ്മുടെ പോയിന്റ്സുകളൊക്കെ എവിടെയാണ് വരുന്നത്, നമ്മുടെ ലൈറ്റ് ഒക്കെ എവിടെ വരും, സീലിംഗ് ഫാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ കാര്യം. സാനിറ്ററി ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോസറ്റുകൾ, ഷവറുകൾ, അതുപോലെ തന്നെ അവിടെ വരുന്ന പൈപ്പുകൾ, അതിനെയൊക്കെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതിനൊക്കെ സംബന്ധിച്ച ഒരു സാനിറ്ററി പ്ലാനും നമ്മുടെ അടുത്തുണ്ടായിരിക്കും. ഈ സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ പ്ലാൻ ഒരുമിച്ച് തയ്യാറാക്കിയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഇന്റീരിയർ ഡിസൈൻ, പണ്ടൊക്കെ അധികം ഇന്റീരിയർ ഡിസൈനിൽ അധികം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിലാണ്. അപ്പോൾ ഇന്റീരിയർ ഡിസൈനിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫർണിച്ചർ ലേഔട്ടിന്റെ ഒക്കെ ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പക്ഷെ നമുക്ക് മാത്രം മനസ്സിലായ പോരല്ലോ, ഇത് ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ നമ്മുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഒരു കീ പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം. അവരുടെ വർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ 3D രണ്ട് സൈഡും അല്ലെങ്കിൽ വൺ സൈഡും ഒക്കെ ഉള്ള 3D ഒക്കെ ഉണ്ടാക്കി വർക്കേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് കാര്യം മനസ്സിലാവും, പക്ഷെ അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, അതിന്റെ ഹൈറ്റ് എത്രയാണ്, വിഡ്ത്ത് എത്രയാണെന്നൊന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതിനുവേണ്ടി എലിവേഷനിലും ഫ്ലോർ പ്ലാനിലും എല്ലാം കൃത്യമായ ഡയമെൻഷനുകളും വിഡ്ത്തും ഹൈറ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കീ പ്ലാൻ ഉണ്ടാക്കി അത് വെച്ചിട്ട് വേണം വർക്ക് മുന്നോട്ട് പോകുക. ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് വേണം നമ്മളുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ എന്താണ് പണിയുന്നത്, എവിടെയാണ് പണിയുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഓരോ ഘട്ടത്തിൽ നീക്കി വെക്കുവാനും നമുക്ക് കഴിയും. ഇപ്പൊ നിങ്ങൾക്കൊരു ആർക്കിടെക്റ്റിനെ സമീപിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും എഞ്ചിനീയർമാരെയൊക്കെ വെച്ച് നമുക്ക് ഈ പ്ലാനുകളൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ ഔട്ടർ ഡിസൈനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ പുറംഭാഗമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പിന്റെ ഒരു സ്കെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏതൊക്കെ മെറ്റീരിയൽ എവിടേക്ക് ഉപയോഗിക്കുന്നു, എത്ര സ്ക്വയറിലാണ് ആ മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് വാളിന് വേണ്ടി ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്ലാൻ എലിവേഷനും ഒക്കെ വരുന്ന ഒരു ഇതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണി നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.